ചില ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതായത് നമ്മൾ തെറ്റുകളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും അവർ നിരന്തരമായിട്ട് പറഞ്ഞ് അവർ ചെയ്ത കാര്യങ്ങൾ കൂടി നമ്മുടെ തലയിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് നമ്മളിൽ തന്നെ ഒരു സംശയം ഇങ്ങനെ ഉണ്ടാക്കും, അയ്യോ നമുക്കാണോ പ്രശ്നം എന്നുള്ളത്. നമ്മൾ എത്ര സക്സസ് ആയിട്ട് ലൈഫിൽ വന്നാലും, നമ്മൾ എത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്താലും, നമ്മൾ തന്നെ എത്ര സ്ട്രോങ് ആയി സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ലൈഫിൽ മുന്നേറി വന്നാലും അതിനൊന്നും ഒരു വിലയില്ല, നിന്നെക്കൊണ്ടൊന്നും ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ എത്ര നല്ല രീതിയിൽ പോയാലും നമ്മളുടെ പേരിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും എപ്പോഴും ഇങ്ങനെ തന്ന് നമ്മളിൽ തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കി തരുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കുറേ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും വളരാൻ അനുവദിക്കില്ല. നമ്മൾ തന്നെ എന്തോ വേസ്റ്റ് ആണ് എന്നുള്ളൊരു ഫീലിങ്സ് ഇവർ ഉണ്ടാക്കി തരാനായിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരിക്കലും ഇവർ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് നമുക്ക് ഒരിക്കലും തരില്ല. ഇവരെപ്പോൾ ലൈഫിൽ വന്നാലും നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ ഏതവസ്ഥയാണ്, നമ്മുടെ മോശം അവസ്ഥയായിരിക്കും, നമ്മുടെ നല്ല എന്ത് ഇതിലാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു ഇമോഷണലി നല്ലൊരു ബെസ്റ്റ് സപ്പോർട്ട് നമുക്ക് അവർ തരികയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു ഡിസ്റ്റൻസ് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കോളുക. അതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ എപ്പോഴും കുറ്റപ്പെടുത്താനും മുടക്കുണ്ടാകാൻ ചിലരുടെ ഹോബിയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അതവരുടെ ചില ആൾക്കാരുണ്ട് അങ്ങനെ ഹോബി ആയിട്ടുള്ളവർ. നമ്മൾ തിരിച്ചെന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. നമ്മളോട് എത്ര മോശമായിട്ട് വേണമെങ്കിലും അവർക്ക് പെരുമാറാം, നമ്മൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിൽ ഉടക്കിക്കൊണ്ട് വരുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. ഇനി മാറ്റി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുറേ കൈ അകലത്തിലെങ്കിലും നിർത്തുക. അതായിരിക്കും എപ്പോഴും നമുക്ക് സേഫ്.